സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ സ്പാനിഷ് എഴുത്തുകാരനായിട്ടുള്ള ആൽവരോ പോംബയുടെ ഒറ്റപ്പെട്ടവരുടെ ദൈവവിളികൾ എന്ന ഒരു കഥ. അതിൽ പ്രധാന കഥാപാത്രമാണ് നാടോടി പെൺകുട്ടിയായ ലുസ്മിലയുടെ കഥയാണ്. നാടോടി പെൺകുട്ടി, അവൾ നദി ഒഴുകുന്നത് പോലെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകുകയാണ്, ഒരു നിശ്ചയവുമില്ലാതെ. ഒരു ദിവസം മക്കളില്ലാത്തൊരു ദമ്പതിമാർ ലുസ്മിലയെ കാണുകയാണ്. കണ്ടു അവളോട് ചോദിക്കും, എന്താണ് മോളെ ഇങ്ങനെ നാടോടിയായി കഴിയുന്നത്, നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടി പറയും, എനിക്കൊരു കന്യാസ്ത്രീ ആകണമെന്ന്. അങ്ങനെ തന്നെ ആ ദമ്പതിമാർ ലുസ്മിലയെ കന്യാസ്ത്രീ മഠത്തിൽ കൊണ്ട് ചെന്നാക്കുകയാണ്. കന്യാസ്ത്രീ മഠത്തിൽ ചെന്നപ്പോൾ മദർ സുപ്പീരിയർ പറഞ്ഞു, ഈ കുട്ടിക്ക് ദൈവവിളി കുറവാണ്, അതുകൊണ്ട് അടുക്കളക്കാരിയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ ജോലിക്ക് നിയോഗിക്കുകയാണ്. എന്നാൽ ലുസ്മില എന്ത് ചെയ്തു, തൻ്റെ ആ കന്യാസ്ത്രീ ആകാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് എന്നും യേശുവിനെ പ്രാർത്ഥിക്കുകയാണ്. എന്നും അതിരാവിലെ പള്ളിയിൽ പോയിട്ട് കുർബാന കണ്ട് തിരുവോസ്തി വാങ്ങിച്ച് കൊണ്ടുവരികയാണ്. തിരുവോസ്തി എന്ന് പറയുന്നത് അവരുടെ ആചാരപ്രകാരം അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ലുസ്മില ക്രിസ്തുവിൻ്റെ ശരീരമായിട്ടല്ല, ഇത് ഉണ്ണിയേശു തന്നെയായിട്ടാണ് അവൾ കാണുന്നത്. ഉണ്ണിയേശു അവൾ കൊണ്ടുവന്ന് തൻ്റെ ആഭരണമില്ലാത്ത ആഭരണപ്പെട്ടിയിൽ വെച്ച് എന്നും ഉണ്ണിയേശുവിനെ ധ്യാനിക്കുകയാണ്. അങ്ങനെ അവളുടെ പ്രാർത്ഥന എല്ലാ ദിവസവും തുടരുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൊരീത്ത എന്ന ഒരു സ്ത്രീ, ദൊരീത്ത എന്ന് വെച്ചാൽ അടുക്കളക്കാരിയുടെ സഹോദരിയാണ്. ദൊരീത്ത വന്നു ഇവളുടെ ഈ ക്രിസ്തുവിനുള്ള മിതമായ വിശ്വാസവും പ്രാർത്ഥനയും കാരണം അവൾ ഇവളെ വഴിതെറ്റിക്കാൻ വേണ്ടി സാത്താൻ്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കുകയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മുടെ ലുസ്മില രക്ഷപ്പെടുകയാണ്. അവൾ മാത്രമല്ല, ഇവളെ ഈ പെൺകുട്ടിയെ അവളെ ശരിക്കും സന്തോഷിപ്പിക്കാന്ന് വെച്ചാൽ അവളെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി യേശുവിനെ ശരണം പ്രാപിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൾക്ക് ഒരു ഉൾവിളി കിട്ടുകയാണ്. ദൈവം സൽക്കർമ്മങ്ങൾ ചെയ്ത ശേഷം വിശ്രമിക്കുന്നുണ്ട്. തൻ്റെ സൃഷ്ടി സഫലമായിരുന്നു, നല്ലതാണെന്ന് കരുതിക്കൊണ്ടാണ് ദൈവം വിശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ലുസ്മില വിശ്രമിച്ചത് അവളൊന്നുമില്ലാത്ത ഒരു കാര്യത്തിലായിരുന്നു, താൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന കാര്യത്തിലായിരുന്നു വിശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ വിശ്രമത്തിൽ അവൾക്ക് പരമമായ ഒരു ശാന്തി കിട്ടുകയാണ്. ശാന്തി കിട്ടി ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഭാവിയിൽ ഒരു കന്യാസ്ത്രീ ആയി മാറുകയാണ്. ഇതാണ് ഒറ്റപ്പെട്ടവരുടെ ദൈവവിളി. നന്ദി.